അപ്പോൾ മക്കളെ ഇനി നീറ്റ് 2024 ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിലെ ECG പാർട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ECGന് കുറെ വേവ് തന്നിട്ടുണ്ട്. ആ വേവിന് ഈക്വൽ ആയിട്ടുള്ള ഇവന്റ് ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ECG ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. എന്താണ് ECG? ECG മീൻസ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫിനാണ് നമ്മൾ പറയുക ECG എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ECG നോക്കിക്കഴിഞ്ഞാൽ ECG ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഹാർട്ടിൽ എന്തില്ല, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ECG എന്ന് വെച്ചാൽ ഹാർട്ടിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ECG ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഹാർട്ടിൽ എന്തില്ല, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഈ സ്ട്രൈറ്റ് ലൈനിൽ എന്തെങ്കിലും റൈസിങ്ങോ ഗ്രാഫിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തിനുണ്ട്? ഹാർട്ടിൽ എന്തുണ്ടാ, ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ECG നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ECG നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ECGന്റെ ഫസ്റ്റ് വേവ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേവ് ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് വേറെ വേവ് ഇങ്ങനെ വരും, താഴേക്ക് ഒരു വേവും കൂടി വരും. ഇത് P വേവ് എന്ന് പറയും. ഈ താഴേക്ക് ആദ്യം വരുന്ന Q വേവ്, പിന്നെ R വേവ്, പിന്നെ S വേവ്. എന്നിട്ട് എന്ത് വരും? ഒരു T വേവ് വരും. T വേവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു P വേവ് വരും. വീണ്ടും Q, R, S, T, അങ്ങനെ പോകും. അപ്പൊ എന്താണ് P എന്ന് പറയുന്നത്? ഏട്രിയൽ ഡീപോളറൈസേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ ഗ്രാഫിൽ എന്തെങ്കിലും റൈസിങ്ങോ ഫോളിങ്ങോ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് മീനിങ്. അപ്പൊ P വേവ് എന്ന് പറയുമ്പോൾ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് അതിലെ ഇവന്റ് കേട്ടോ. ഏട്രിയൽ ഡീപോളറൈസേഷൻ. QRS കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ് മീനിങ് കേട്ടോ. ഡീപോളറൈസേഷൻ. T വേവ് എന്ന് പറയുമ്പോൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. അപ്പൊ ഈ T കഴിഞ്ഞിട്ട് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അവിടെ നിന്നില്ല, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല. നമുക്ക് ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കാം. P വേവ് എന്തിനാ കാണിക്കുന്നത്? ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. A3 വരുന്നത് നോക്കാം, ഇതല്ല. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ ഇല്ല, ഫോർത്ത് ഓപ്ഷൻ. ഇവിടുന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയോ? കറക്റ്റ് ആൻസർ കിട്ടും. ബാക്കിയും കൂടി നമുക്ക് നോക്കാം. QRX കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ A എന്ന് പറയുമ്പോൾ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. B എന്ന് പറയുമ്പോൾ QRS കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ B2. T വേവ് എന്ന് പറയുമ്പോൾ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. TP ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ സ്ട്രൈറ്റ് ലൈൻ അല്ല ഉള്ളത്. ഇവിടെ ഇതാണ് T, ഇതാണ് P. ഇവിടെ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ആ ഗ്യാപ്പിൽ എന്തില്ല, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല. ശരി. അപ്പോൾ ഏതാ D? D1 കേട്ടോ. D1. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ.